ഇന്ന് നമ്മൾ ചീരച്ചേമ്പിനെ പറ്റിയാണ് കേട്ടോ പറയണത്. ഈ കാണുന്നതാണ് ചീരച്ചേമ്പിൻ്റെ ചെടി. ചീരച്ചേമ്പ് എന്ന് പറയാൻ കാരണം തോരൻ വയ്ക്കണ പോലെ തന്നെ ഈ ചേമ്പിൻ്റെ ഇലകളും നമുക്ക് തോരൻ വയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇലകൾക്ക് മറ്റ് ചേമ്പിനെ അപേക്ഷിച്ച് കട്ടി കുറവാണ്. പിന്നെ ഇതിൻ്റെ ഇലയുടെ ബാക്കിൽ ചെറിയ ചെറിയ ഞരമ്പുകൾ പോലെ നമുക്ക് കാണാം. മറ്റ് നാട്ടിൽ കാണുന്ന ചേമ്പുകൾക്ക് അതില്ല. അതിൻ്റെ ഇലയ്ക്കൊക്കെ ഭയങ്കര കട്ടിയാണ്. പിന്നെ ഈ ചേമ്പിന് കിഴങ്ങില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെ വന്ന് അടിക്കൂടെ എലികളൊക്കെ വന്ന് തുരന്ന് കളയുന്നുള്ള പേടിയൊന്നും ഈ ചേമ്പിന് പറ്റി വേണ്ട. ഇതിൻ്റെ കടയ്ക്ക് കണ്ട തൈകൾ, ഈ കുഞ്ഞു തൈകൾ പറിച്ചാണ് നട്ട് നമ്മൾ ഇതിൻ്റെ വിത്ത് ആയിട്ട് തൈ ഉപയോഗിക്കുന്നത്. ധാരാളമായിട്ട് അത് പെട്ടെന്ന് വളർന്ന് കിട്ടും. നല്ല തണവുള്ള മണ്ണിൽ പെട്ടെന്ന് വളരും. ഒരു ഇല മതി നമുക്കിത് തോരൻ വയ്ക്കാനായിട്ട്. നല്ല ഔഷധ ഗുണം കൂടിയുള്ള ഒരു ചെടിയാണ് ചീരച്ചേമ്പ്. ഇതിൻ്റെ മുകളിലുള്ള ആ ഒരു പാട പോലത്തെ തോല് കളഞ്ഞാൽ ഇത് എളുപ്പം നമുക്ക് കറി വയ്ക്കാനായിട്ട് സാധിക്കും.